ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിലെ ഈശോ സമ്പത്തിന്റെ നശ്വരതയെ കുറിച്ചാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരാൾ വന്നിട്ട് ഈശോയോട് പറയുകയാണ്, എന്റെ സഹോദരനുമായിട്ട് പിതൃസ്വത്ത് പങ്കുവെക്കാനായിട്ട് നീ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ ഈശോ അയാളോട് തർക്കിക്കുകയാണ്. ഈശോ അയാളോട് ചോദിക്കുകയാണ്, നിന്റെ പിതൃസ്വത്ത് പങ്കുവെക്കുന്നവനായിട്ട് എന്നെ നിയമിച്ചിരിക്കുന്നത് ആരാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. തുടർന്ന് ഈശോ അദ്ദേഹത്തോട് പറയുകയാണ്, എല്ലാ അത്യാഹിതങ്ങളിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കേണ്ട ഒരു വാചകം ഇതാണ്: മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സമ്പാദിക്കേണ്ട എന്നോ പണം വെറുത്തു ഉപേക്ഷിക്കണം എന്നുമല്ല പറയുന്നത്, മറിച്ച് എന്റെ ജീവിതം ധന്യമാകണമെങ്കിൽ സമ്പത്തിനാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചിന്താഗതിക്കെതിരായിട്ടാണ് ഈശോ പറയുന്നത്. ഈശോ പറയുകയാണ്, ഈ ഒരു ചിന്താഗതിയിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈശോ ഒരു ഉപമ കൂടി അവരോട് പറയുകയാണ്. ഒരു ധനവാന് അനേകം ഒരു ദിവസം ഭയങ്കരമായിട്ടുള്ള വിളവ് നൽകുന്നു. ഈ വിളവ് അധികം ലഭിച്ചു കഴിയുമ്പോൾ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, ഈ വിളവൊക്കെ ഞാൻ എവിടെ ശേഖരിക്കും, ഈ ധാന്യങ്ങളെല്ലാം ഞാൻ എവിടെ ശേഖരിക്കും, കളപ്പുരയൊക്കെ പൊളിച്ചു പണിത് പുതിയതൊരെണ്ണം പണിയാം എന്നൊക്കെ ചിന്തിച്ചിട്ട് ഇദ്ദേഹം അന്ന് രാത്രി കിടക്കാൻ നേരത്തെ ആത്മാവിനോട് പറയുകയാണ്, ആത്മാവെ തിന്നു കുടിച്ച് ആനന്ദിക്കുക. കാരണം എന്താണ്? നിനക്ക് വേണ്ട കാര്യങ്ങളെല്ലാം, നിനക്ക് സന്തോഷിക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയുകയാണ്. അന്ന് രാത്രി ദൈവം അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഘോഷ, ഇന്ന് രാത്രി നിന്റെ ആത്മാവിനെ ഞാൻ തിരികെ എടുത്താൽ നീ സമ്പാദിച്ചു കൂട്ടിയതൊക്കെ ആരുടേതാണ്? സ്നേഹമുള്ളവരെ, ഇന്നത്തെ ഈ സുവിശേഷത്തിലെ ഈ ഉപമയിലെ ഇയാൾ ചെയ്ത മണ്ടത്തരം എന്തായിരുന്നു? ലൗകികമായ കാര്യങ്ങൾ കൊണ്ട് ആത്മാവിന് സന്തോഷം ഉണ്ടാക്കാം എന്ന് കരുതിയതായിരുന്നു ഇയാൾ ചെയ്തത് തെറ്റ്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ കൃത്യമായിട്ട് നമ്മളോട് പറയുകയാണ്, മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. സ്നേഹമുള്ളവരെ, സമ്പത്തിന് അമിതമായ പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ടെങ്കിൽ സമ്പത്ത് കൊണ്ട് എൻ്റെ ജീവിതം ധന്യമാകും, എല്ലാം ഭംഗിയാകും എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ആ മനോഭാവം മാറ്റാനുള്ള നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.